ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 12ാമത്തെ എപ്പിസോഡാണ്. സോ ഇതോടുകൂടി ഈ സീസൺ അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റെനോയെയും ഫുറുഹാഷിനെയാണ്. നീ അളവിലും കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. നിന്റെ തലയിൽ അതിന് മാത്രം എന്താ ഈ ഓടുന്നേ? മറ്റു ഡിവിഷനിലോട്ട് പോകുന്നതിനെ പറ്റി നിനക്ക് യാതൊരു കുഴപ്പമില്ലേ? ഒന്ന് ആലോചിക്കാതെ പോലും നീ മറുപടി പറഞ്ഞു. ഞാൻ ഇപ്പോഴുള്ളതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് മാറണം. ഓ, ഈ യൂണിറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്ട്രോങ് ആവല്ലോ. അത് തന്നെയല്ലേ നമ്മൾ ഇതുവരെ ചെയ്തോണ്ടിരുന്നേ. അത് ശരിയാ, ഈ യൂണിറ്റിലിരുന്ന തീർച്ചയായിട്ടും ഞാൻ സ്ട്രോങ് ആയിട്ട് മാറും. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നതിലും വേഗത്തിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് മാറണം. എന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യം സീനിയറിന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാതെ എനിക്ക് സീനിയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. എന്ത്, അടുത്ത പ്രാവശ്യമോ? അപ്പൊ പെട്ടെന്ന് അവര് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും അവര് വരും. അവര് വരുമ്പോ ഞാൻ ഇങ്ങനെ ബലഹീനനായിട്ടിരിക്കാൻ പാടില്ല. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനും ഇപ്പോൾ ട്രെയിനിങ് എടുക്കും. ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. അത് നിന്റെ മുമ്പിൽ തീർച്ചയായിട്ടും തോറ്റു തരില്ല. ഹേയ്, നിങ്ങൾ രണ്ടുപേരും അടികൂടുവാണോ എന്ന് ചോദിച്ച് അവരുടെ സീനിയേഴ്സ് അങ്ങോട്ട് വരുന്നു. കാഫ്കേനെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇന്നാണ് തീരുമാനിക്കുന്നത്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതാണോ നിങ്ങളുടെയും പ്രശ്നം എന്ന് സീനിയേഴ്സ് അവരോട് ചോദിക്കുന്നു. ഹേയ്, നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ വെറുതെ വിടാൻ വേണ്ടി ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ക്യാപ്റ്റൻ മീനയെ HQയിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും എന്ന് മിനാസെ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡയറക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കൈജു നമ്പർ 8നെയാണ്. ഇല്ല ഇല്ല, നീ ഒരു മനുഷ്യനാ കാഫ്ക ഹീബിനോ എന്ന് കേഗുറു അവിടെ വിളിച്ചു പറയുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ കൈജു നമ്പർ 8 ഡയറക്ടറിനെ അറ്റാക്ക് ചെയ്യുന്നു. ജസ്റ്റ് മിസ്സിന് ഡയറക്ടർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇവന് വളരെയധികം സ്പീഡ് ഉണ്ട്. എന്ന ഇവനൊരു മൃഗമാണ്. ഇവന്റെ അറ്റാക്കിന് ശേഷം എനിക്ക് കിട്ടാൻ പോകുന്ന സമയത്തെ പറ്റി ഇവൻ ആലോചിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കൈജു തന്റെ ശരീരം റൊട്ടേറ്റ് ചെയ്ത് ഡയറക്ടറിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഡയറക്ടർ അത് തടയുവാണ്. അവനെ ഉണ്ടാക്കുന്ന മുറിവുകളെല്ലാം അവൻ പെട്ടെന്ന് എന്നെ ഹീൽ ചെയ്യുന്നു. ഈ ഫൈറ്റിൽ ഞാനൊരു മനുഷ്യനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം തീർന്നു. ഹേയ്, വേണ്ട, നിർത്ത് എന്ന് പറഞ്ഞ കാഫ്ക ആ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ ഡയറക്ടറിനെ വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൈജു. ഏയ് അച്ഛാ എന്ന് വിളിക്കുവാണ് കീഗറു. ഓ, കൈജു നമ്പർ 2ന്റെ ആ ഷീൽഡ് ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ഞാൻ എപ്പോഴും മരിച്ചേനെ. സ്റ്റിൽ കോമ്പാക്ട് ടെക്നിക് നമ്പർ 2 എന്ന് പറഞ്ഞ ഒരു സോണിക് ബൂംസ് വെച്ച് അറ്റാക്ക് ചെയ്യുവാണ് ഡയറക്ടർ. തെറിച്ചുപോയ ആ കൈജുവിന്റെ ജസ്റ്റിന്റെ അവിടെ ഒരു ഓട്ടയാവുന്നു. നോക്കുന്ന സമയത്ത് അതിനകത്ത് കോർ കാണാനില്ല. അതെവിടെ പോയി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുകയാണ് ഡയറക്ടർ. അപ്പോഴാണ് ആ കോറിൽ നിന്നും ആ കൈജുവിന്റെ രൂപം ക്രിയേറ്റ് ആവുന്നത്. ഇതിങ്ങനെ തന്നെ പോയാ ഈ ഫൈറ്റ് കയ്യെന്ന് പോകുന്ന തോന്നേ. ഇതേ സമയം കൈജുവും ഡയറക്ടറും ഒരുമിച്ച് കൂട്ടിയിടിക്കുന്നു. അതിന്റെ ഫോഴ്സ് കാരണം ഇവർ നിന്നിരുന്ന ഷെൽട്ടർ തന്നെ തകർന്നു പോകുന്നു. ഇപ്പോ ഷെൽട്ടർ നമ്പർ 2 തകർന്നു കഴിഞ്ഞു. ഡാമേജിംഗ് ലെവൽ 10%. ഈ ഡാമേജ് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഇപ്പൊ അവിടെ ഫൈറ്റ് ചെയ്യുന്നത് കൈജു നമ്പർ 2ഉം കൈജു നമ്പർ 8ഉം ആണ്. ഇത് കണ്ട് കീഗുറു തന്റെ അച്ഛൻ ഇത്രത്തോളം പവർഫുൾ ആയിരുന്നോ എന്ന് ചിന്തിക്കുവാണ്. പക്ഷേ ഒന്നും മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. വിചാരിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അവനെ ഇല്ലാതാക്കാമായിരുന്നു. അല്ലെങ്കിൽ അവൻ മനുഷ്യനായിരുന്ന സമയത്ത് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ ഇവർ അതിനെ ടെസ്റ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. പക്ഷേ അതെന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നു. ഇത് കേട്ട് ഷിനോമിയെ ഞെട്ടുന്നു. കാരണം കാഫ്ക ഹിബിനോ നല്ലവനാണെന്ന് കീഗുറു അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഡാഡി കാഫ്കയ്ക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നതായിരിക്കോ എന്ന് ചിന്തിക്കുകയാണ് കീഗുറു. പിന്നീട് നമ്മൾ കാണുന്നത് കാഗുറാഗിയാനാണ്. ഡിഫൻസ് ഫോഴ്സില് ആളുകളുടെ ജീവൻ രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചേർന്ന്. എന്നാൽ എന്റെ ജീവൻ രക്ഷിച്ചത് കാഫ്ക ഹീബിനോ ആണ്. ഒരാളുടെ രൂപത്തെ വെച്ചോ അയാൾ സംസാരിക്കുന്ന രീതിയെ വെച്ചോ നമ്മൾ അയാളെ വിലയിരുത്തരുത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് വേണം നമ്മൾ അവരെ വിലയിരുത്താൻ. അതെ, നീ പറഞ്ഞത് ശരിയാ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും പ്രധാനം എന്ന് പറഞ്ഞ് അറോയിച്ചി അവന്റെ അച്ഛന്റെ കോണ്ടാക്ട് വീണ്ടും നോക്കുന്നു. എന്ന് വീണ്ടും നമ്മൾ കാണുന്നത് കൈജു നമ്പർ 8നെയും ഡയറക്ടറിനെയാണ്. സോണിക് ബൂംസ് വെച്ച് ഡയറക്ടർ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്നാണ് കൈജു വരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? നമ്പർ 8ന്റെ അറ്റാക്കിംഗ് പെർസെന്റേജ് ഡയറക്ടർ ഷിനോമിയെ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് അധികമാണ്. ഇതേ സമയം എല്ലാം തന്നെ കാഫ്ക അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഡയറക്ടർ തന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പവർ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എന്നാൽ കൈജു നമ്പർ 8ന്റെ മുമ്പിൽ കൈജു നമ്പർ 9 പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഡയറക്ടറിനെ കയ്യിൽ പിടിച്ച് ചുമരിൽ വെച്ച് ഒറ്റ അടി അടിക്കുവാണ് ആ കൈജു. ഇല്ല, ഇങ്ങനെ തന്നെ പോയാ ഞാൻ അവരെ കൊല്ലും. ഇതെങ്ങനെങ്കിലും നിർത്തിയേ പറ്റൂ. കീഗുറുവിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവളുടെ അച്ഛനെ കൊല്ലില്ലോ. വീണ്ടും ആ കൈജു ഡയറക്ടറിനെ എടുത്ത് വാരിക്കോരി അടിക്കുന്നു. ഒരുപക്ഷെ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കൈജുവായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് നിങ്ങളെ കൊല്ലും.
ഇപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് ഇല്ല, എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. നിങ്ങൾ ആ കൈജിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കരുത് സീനിയർ കാഫ്ക. ഇല്ല ഇല്ല ഇല്ല. ഓ, തീർന്നു. എന്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാ നടക്കുക. ഒരു പ്രധാനപ്പെട്ട സമയത്ത് എല്ലാം ഇങ്ങനെ നഷ്ടപ്പെടും. പിന്നീട് നമ്മൾ കാണുന്നത് കൈജു നമ്പർ 8 ഡയറക്ടറിനെ ഇപ്പൊ കൊല്ലടാന്നും പറഞ്ഞു പോകുന്നതാണ്. നിന്നെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ എല്ലാം പോയി. ഇതേ സമയം താനൊരു വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്നത് പോലെ കാഫ്കയ്ക്ക് തോന്നുന്നു. പെട്ടെന്ന് ഒരു കൈ വന്ന് അവനെ പിടിക്കുന്നു. മീനയായിരുന്നു അത്. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഞാനൊന്നും കൈജു നമ്പർ 8 അല്ല. എന്റെ പേര് കാഫ്ക ഹിബിനോ എന്ന് പറഞ്ഞ് കാഫ്ക ബോധം കെട്ട് വീഴുന്നു. അവന്റെ ബോഡി ട്രാൻസ്ഫോം ആവുന്നു. പെട്ടെന്ന് തന്നെ ഒരാൾ അവനെ കൊല്ലാൻ വേണ്ടി വരുന്നു. വെപ്പൺ മാറ്റ് നറൂമി. എന്തുകൊണ്ടാ ബാക്കപ്പിനുള്ള സിഗ്നൽ നിങ്ങൾ തരാഞ്ഞേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ മരിക്കാനുള്ള പ്ലാനിലാണെന്ന്. മണ്ടത്തരം പറയല്ലേ. ഞാൻ വിചാരിച്ചതിനേക്കാൾ അവൻ ഒരുപാടധികം പവർഫുൾ ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. മെഡിക്കൽ ടീം, പെട്ടെന്ന് എന്നെ കൈജു നമ്പർ 8 കൊണ്ടുപോ. അതിന്റെ കോർ ഡാമേജ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് ശരി, ഇനി നിങ്ങൾ ഇവനെ എന്താ ചെയ്യാൻ പോകുന്നേ? സോ കാഫ്കയുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ കമാൻഡർ മീനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ള കമാൻഡർ മീന? ഡിഫൻസ് ഫോഴ്സിൽ കാഫ്ക ചേർന്നതോട്ട് നിങ്ങൾ അവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് അവനെ മുൻപേ തന്നെ അറിയാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ, പക്ഷെ ഞാൻ അവനെ തുടക്കം തൊട്ടേ മറ്റുള്ളവരെ പോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഈ റെക്കോർഡില് കാഫ്ക ഹിബിനോനെ അവർ ഫെയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈസ് ക്യാപ്റ്റൻ ഹുഷിനയുടെ നിർബന്ധപ്രകാരമാണ് അവരെ ഒരു ബാക്കപ്പ് ആയിട്ട് എടുത്തത്. ശരി, ഞങ്ങൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്കറിയണം. കാഫ്ക ഹിബിനോ മനുഷ്യനാണോ കൈജു ആണോ എന്നുള്ളത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. പക്ഷേ കാഫ്ക ഹിബിനോ ഒരു ഡിഫൻസ് ഓഫീസർ ആയിട്ട് എങ്ങനെയായിരുന്നിരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സഹമിയാറ ഓപ്പറേഷനില് അവിടെ ഉണ്ടായിരുന്ന കൈജൂസിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് അവരുടെ യൂണിറ്റിനെ സഹായിച്ചു. അതുപോലെ പല പ്രാവശ്യമായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ജീവൻ അവർ രക്ഷിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കൈജു നമ്പർ 10 ഉണ്ടാക്കിയ ആ ബോംബ് അവരാണ് ഇല്ലാതാക്കിയത്. അല്ലായിരുന്നെങ്കിൽ മൊത്തം 3rd ഡിവിഷനും ഇല്ലാതായനെ. നീ പറഞ്ഞു വരുന്നത് എന്താ? അവനൊരു കൈജു ആയതുകൊണ്ട് മാത്രമാ അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവൻ ചേർന്നപ്പോ അവന്റെ കോമ്പാറ്റ് പവർ വെറും 0% ആയിരുന്നു. ഒരു ബാക്കപ്പ് ആയിട്ടാണ് ആ എക്സാമിലും അവരെ പാസ് ചെയ്തത്. ഇതിനു മുൻപ് 12 പ്രാവശ്യം ഡിഫൻസ് ഫോഴ്സ് എക്സാമിൽ അവർ ഫെയിൽ ആയിട്ടുണ്ട്. ഏജ് വെച്ച് നോക്കുമ്പോഴും മറ്റു ഓഫീസേഴ്സിനേക്കാൾ ഒരുപാടധികം പ്രായം കൂടുതലാണ്. പക്ഷേ അവസാനം വരെ അവൻ തോറ്റുകൊടുത്തില്ല. എത്രയൊക്കെ എക്സാമിൽ ഫെയിൽ ആയിട്ടും അവരുടെ കോമ്പാറ്റ് പവർ 0 ആയിരുന്നാലും അവരുടെ ബോഡി ഒരു കൈജുവായി മാറിയിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത് അവർ നിർത്തിയില്ല. ഇതുവരെ എനിക്കറിയാവുന്ന ആരെക്കാളും കാഫ്ക ഹിബിനോ മാത്രമാണ് തോറ്റുകൊടുക്കാതിരിക്കുന്നത്. അത് മാത്രമല്ല എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. തന്റെ പൂച്ചക്കുട്ടിയായ മീക്കോ മരിച്ചു കിടക്കുന്നതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീന. എന്തൊക്കെ സംഭവിച്ചാലും നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കാഫ്ക അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അത് മാത്രമല്ല അവർക്ക് അവരുടെ അഭിമാനം ഒരുപാടധികം വലുതാണ്. ഒരു ഓഫീസറായിട്ട് കാഫ്ക ഹിബിനോയെ എങ്ങനെ വിശ്വസിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സാണെന്ന് ഞാൻ പറയും. ഹേയ്, നിങ്ങൾ നിങ്ങളുടെ ഓഫീസറിനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയും. നല്ലൊരു മനസ്സുണ്ടെന്ന് വിചാരിച്ച് അവനെ ഒരിക്കലും ഓഫീസറായി നിയമിക്കാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ പറയുന്നു. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് ക്യാപ്റ്റൻ മീന. ശരി, പോയിട്ട് നിന്റെ ജോലി നോക്ക് എന്ന് ഡയറക്ടർ അവളോട് പറയുന്നു. സോ ഇത് കേട്ട് മീന അവിടെ നിന്നും പോകുന്നു. ശരി, അവനെ ഇല്ലാതാക്കാൻ ഇവിടെ എല്ലാവർക്കും സമ്മതമാണ്. ഇനി നിങ്ങളുടെ തീരുമാനം എന്താണ് ഡയറക്ടർ ജനറൽ? നമ്പർ 8. പിന്നീട് നമ്മൾ കാണുന്നത് കാഫ്കേനെയാണ്. അവളെ സഹായിക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ വെറുക്കാൻ ആരംഭിച്ചു. മിനയെ ഇങ്ങനെ കരയിപ്പിച്ച കൈജുവിനെ വെറുതെ വിടില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു കൈജു ആവുകയാണെന്ന് അറിഞ്ഞ അടുത്ത നിമിഷം ഒരു മനുഷ്യനായി ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതേ സമയമാണ് കാഫ്ക കണ്ണു തുറക്കുന്നത്. ഇതേതാ സ്ഥലം? സ്വർഗമാണോ? ഓ, നീ എഴുന്നേറ്റോ? ഡയറക്ടർ ജനറൽ ഷിനോമിയ, നിങ്ങളോ? ഹേയ്, പേടിക്കണ്ട, ഞാൻ നിന്നെ കൊല്ലാൻ വന്നതൊന്നുമല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കീഗറുവിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമായിരുന്നു? അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇപ്പോഴും എന്നെ ഇവിടെ ജീവനോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യനാണെന്ന് തെളിഞ്ഞോ? ഞാനിപ്പോഴും ഡിഫൻസ് ഫോഴ്സിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് കാഫ്ക. നിന്റെ ഉള്ളിലുള്ളത് ഒരു മനുഷ്യ ഹൃദയമായിരുന്നെങ്കിൽ നീ ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ആ ഫൈറ്റിൽ തന്നെ നീ മരിച്ചു പോയനെ. ശരി, കൗൺസിലിന്റെ തീരുമാനം എന്താണെന്ന് ഞാൻ പറയാം. നീ ഒരു കൈജുവാണ്. നീ മനുഷ്യർക്ക് ഉപദ്രവമാണോ അല്ലയോ എന്ന് അത് പിന്നെ നോക്കാം. നിന്നെ ഇല്ലാതാക്കണമെന്ന് ഈ സമയം വരെ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു. കൈജു നമ്പർ 8 അവന്റെ ബോഡി ഉപയോഗിച്ച് ഒരു വെപ്പണാക്കി മാറ്റേണ്ട ആവശ്യമില്ല. അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ല, ഇത് ഞാൻ എതിർക്കുന്നു. ജീവനോടുള്ള കൈജുവിനെ കോമ്പാക്റ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതെ, അത് റിസ്കാ.
എന്ന് പലരും പറയുന്നു. ഞാനൊരു കൈജു നമ്പർ 8 അല്ല, എന്റെ പേര് കാഫ്ക ഹിബിനോ. അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു വരുമ്പോ ഒരുപാട് മാസമായിട്ട് അവൻ 3rd ഡിവിഷന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. അവനെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ആയുധം എത്രത്തോളം പവർഫുൾ ആണെന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല കുറെ നാളുകളായിട്ട് ഒരുപാട് ഡൈകൈജൂസും വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇവൻ നമുക്ക് ഉപകാരപ്പെടും. പക്ഷേ അവൻ അത്രയും പ്രധാനപ്പെട്ടതാണോ? എന്ത് പ്രധാനപ്പെട്ടതാണോന്നോ? നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരെല്ലാവരും നമുക്ക് പ്രധാനപ്പെട്ടവർ തന്നെയാണ്. 10 വർഷം മുൻപ് നമ്പർ 6 ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. 200-ലധികം ഓഫീസേഴ്സ്, 3 ക്യാപ്റ്റൻസ് അന്ന് നമ്മളെ വിട്ടുപോയി. അതെ, അതിൽ നിങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഒരുപാടധികം കൈജൂസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ നാടിനെ അവർ വളരെ സിമ്പിൾ ആയിട്ട് ഇല്ലാതാക്കും. എന്നാൽ കൈജു നമ്പർ 8 അവനെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത ഒരുപാടധികം കൂടും എന്ന് പറയുവാണ് ഡയറക്ടർ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു. കാഫ്ക ഹിബിനോ, ജീവനോടെ ഇരിക്കണമെങ്കിൽ നീ ആരാണെന്ന് നീ തെളിയിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇവരെന്നെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനാ ജീവനോടെ വിട്ടിരിക്കുന്നേ. ഞാൻ എന്നെ ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആയിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അതെല്ലാവർക്കും തെളിയിച്ചു കൊടുക്കും എന്ന് പറയാണ് കാഫ്ക. പിന്നീട് നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ മീനേനെയാണ്. അവളുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നു. അത് കണ്ട് അവൾക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. ഈഗറുവിന്റെ ഫോണിലോട്ടും ഒരു മെസ്സേജ് വരുന്നു. അവൾക്കും ഒരുപാടധികം സന്തോഷാവുന്നു. കാഫ്കയെ വെറുതെ വിട്ടിരിക്കുന്നു. എന്നെ കൊണ്ട് മുഴുവനായിട്ട് സന്തോഷിക്കാൻ പറ്റില്ല. കാരണം ഇനി ഞാൻ ഒരുപാടധികം സ്ട്രോങ് ആയേ പറ്റൂ. എന്നാൽ മാത്രമേ എനിക്ക് അവരെ തടുത്തു നിർത്താൻ സാധിക്കൂ. സോ ഈ മെസ്സേജസ് ഒരുപാട് പേരുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഇത് കണ്ട് ഒരുപാടധികം സന്തോഷിക്കുന്നു. എന്ത് പറ്റി റെനോ, അവർ തിരിച്ചു വരുമെന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നേ. നിനക്കത്ര സന്തോഷമില്ലാത്തേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ തീർച്ചയായിട്ടും വരുമെന്ന്. സീനിയർ, നിങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും ഞാൻ സ്ട്രോങ് ആയിരിക്കും. നല്ല കാര്യം, കാഫ്ക ഹിബിനോ രക്ഷപ്പെട്ടു. പക്ഷേ ചീത്ത കാര്യം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. പുറത്തിരിക്കുന്നവർക്ക് ഡിഫൻസ് ഫോഴ്സിൽ ഒരു കൈജുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ സീക്രട്ട് ആക്കി വെക്കുമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും ഒരു ദിവസം അത് പുറത്ത് അറിയുമല്ലോ. ജനറലിനും ഈ കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ കാഫ്ക ഹിബിനോ അവന്റെ സഹായം ഡിഫൻസ് ഫോഴ്സിന് ആവശ്യമുണ്ടെന്ന് അവൻ തെളിയിച്ചേ പറ്റൂ. സോ ഞാൻ പറഞ്ഞതുപോലെ ഇനിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കൈജു നമ്പർ 9 ചെസ്സൊക്കെ വെച്ച് അവൻ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. ഇത് മതി, മനുഷ്യർ എത്രത്തോളം ചിന്തിക്കുമെന്ന് എനിക്കിപ്പോ മനസ്സിലായിരിക്കുന്നു. തലമുറകളായിട്ട് ആളുകൾ കൊടുക്കുന്ന അറിവാണ് ഇവരുടെ ആയുധം. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള ബേസിന്റെ ലേ ഔട്ട് വരെ എനിക്കിപ്പോ കിട്ടി. സോ ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവേണ്ട സമയമായി. അതെ, ഗുഡ് ബൈ എന്ന് പറയാണ് വേറൊരു കൈജു. മനുഷ്യരുടെ കയ്യിലുള്ള നമ്മുടെ കൈജൂസിന്റെ പവേഴ്സ് എല്ലാം ഒരു കൈജു ആക്കി മാറ്റേണ്ട സമയമായിരിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. കൈജു നമ്പർ 8. ഓവറോൾ എനിക്ക് ഈ സീരീസ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഒറ്റയിരിപ്പിനെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് കൈജു നമ്പർ 8. ഇതിന്റെ സീസൺ 2 പ്രൊഡക്ഷനിലാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ റിലീസിംഗ് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. സോ ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു അനിമയായിട്ട് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.